കഴിഞ്ഞ ദിവസം വീട്ടിലൊരു രസകരമായ സംഭവം ഉണ്ടായി. എൻ്റെ മകൾ അംഗനവാടി വിട്ട് വന്നപ്പോൾ അമ്മ ഞാൻ മാത്രമേ ഇന്ന് അംഗനവാടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ആൾ ഓടി വന്നത്. പിന്നെ എന്താണെന്ന് ഞാൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് കുട്ടികൾ ഓരോരുത്തർക്ക് അസുഖങ്ങളാണെന്നും പറഞ്ഞ് വരാതിരിക്കുകയുണ്ടായി. ഇതിനെന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ്, അതായത് കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ അവരൊരു പുറത്ത് പോയപ്പോൾ അംഗനവാടി സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി അവർക്ക് നിരന്തരമായിട്ടുള്ള അസുഖങ്ങൾ കാണുന്നുണ്ട്. ഇത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറവാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നമുക്ക് എപ്പോഴും അവർക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ദിനചര്യകളിൽ അവരുടെ ഭക്ഷണക്രമങ്ങളിൽ വരുത്തേണ്ട ചെറിയ വ്യത്യാസങ്ങളാണ്. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് രാവിലെയുള്ള ചായ, കാപ്പി തുടങ്ങിയ അഡിക്ഷൻസ് പോലത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. പകരം പാല് നിങ്ങൾക്ക് ചെറിയൊരു മഞ്ഞപ്പൊടി ചേർത്ത് അതിൽ വേണതിൽ കുറച്ച് മധുരം ചേർത്ത് നമുക്ക് 2 നേരമൊക്കെ ആയിട്ട് ശീലിപ്പിക്കാം. ഇനി അത് എടുക്കുന്നില്ലെങ്കിൽ ഹരിദ്രാഖണ്ഡം പോലത്തെ മരുന്നുകൾ പാലിൽ ചേർത്താൽ അവർക്ക് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒഴിവാക്കേണ്ടത് ഈ തണുത്ത വെള്ളം, ഐസ്ക്രീംസ് എന്നിവയാണ്. ഇനി എണ്ണ പലഹാരങ്ങൾ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എണ്ണ പലഹാരങ്ങളല്ല, കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ മറ്റെന്ത് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് പലഹാരങ്ങളായിട്ടെന്ന് വെച്ചാൽ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പണ്ടത്തെ നമ്മുടെ അട, കൊഴുക്കട്ട തുടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളെല്ലാം നല്ലതാണ്. ഇനി ശീലങ്ങളായിക്കോട്ടെ, അവരുടെ കുളി, അവരുടെ ദിനചര്യങ്ങൾ, ഇതിലെല്ലാം ഒരു കൃത്യസമയ നിഷ്ഠ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ആവുകയും അവരുടെ സ്കൂൾ സ്കിപ്പിംഗ് ഒക്കെ നമുക്ക് കുറയ്ക്കാനും സാധിക്കും. സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് എൻ്റെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ.